എൻ്റെ ലൈഫിലെ എല്ലാ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും കൊച്ചു കൊച്ചു അച്ചീവ്മെൻറ്റ്സ് ആണെങ്കിലും ഒക്കെ നിങ്ങളുടെ അടുത്ത് ഞാൻ ഷെയർ ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ അത്തരത്തിൽ ഒരു കൊച്ചു സന്തോഷം നിങ്ങളുടെ മുന്നിൽ പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള കാര്യം ആയതുകൊണ്ട് നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള പൂക്കളുടെ ഇടയ്ക്ക് തന്നെ നിന്ന് എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ എന്താണെന്ന് കേൾക്കണ്ടേ, എൻ്റെ ജീവിതത്തിലെ ഒരു കൊച്ചു അച്ചീവ്മെൻ്റ് ആണ്. അപ്പോൾ അത് തുടക്കം തൊട്ട് തന്നെ ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. ഒരുപാട് നാളായിട്ട്, കാലങ്ങളായി, ഒത്തിരി വർഷങ്ങളായിട്ട് മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ഒരു ആഗ്രഹമാണിത്. ആ ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണമാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഞാനത് പറഞ്ഞിട്ട് അതിൻ്റെ ത്രില്ലൊന്നും കളയുന്നില്ല. കാരണം നിങ്ങളെല്ലാവരും ഒരുപാട് കാലങ്ങളായിട്ട് നമ്മളെ ഫോളോ ചെയ്യുന്ന എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നമ്മളുടെ എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ ലൈഫിലുണ്ടാകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു ആഗ്രഹ സാഫല്യമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ഇങ്ങനെ ഒരു പ്രഷ്യസ് മൊമെൻറ്റ് എൻ്റെ ലൈഫിൽ നടക്കാനായിട്ട് സാഹചര്യം ഒരുക്കി തന്ന, എൻ്റെ ഡിസയർ, എൻ്റെ വിഷ് എന്താണെന്ന് മനസ്സിലാക്കി അതിനൊരു സാഫല്യം ഒരുക്കി തന്ന ദൈവത്തോട് തന്നെയാണ് ഏറ്റവും ആദ്യമായിട്ട് ഈ ഒരു അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നത്. അതുപോലെ ഈ ഒരു അച്ചീവ്മെൻറ്റിന് എല്ലാ സപ്പോർട്ടും പിന്തുണയും നൽകിയ എൻ്റെ ഫാമിലി, എൻ്റെ ഫ്രണ്ട്സ്, അതുപോലെ തന്നെ ഞങ്ങളോടൊപ്പം കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് നിന്ന നിങ്ങൾ ഓരോരുത്തർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു. ഓക്കെ, ഇനി എന്താണ് ആ ഡ്രീം എന്ന് ഞാൻ പറയണില്ല. കാരണം നല്ല നല്ല കാര്യങ്ങൾ കണ്ട് ആ ഒരു സന്തോഷം നേരിട്ട് തന്നെ നിങ്ങളിൽ ഓരോരുത്തർക്കും ഫീൽ ചെയ്യുന്നത് തന്നെയല്ലേ ഒരു ത്രില്ലായിട്ടുള്ള ഒരു കാര്യമുള്ളത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ആ ഒരു പ്ലേസിലേക്ക് പോകാം. എവിടേക്കാണ്? എൻ്റെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേദിയാകുന്ന ആ ഒരു സ്ഥലത്തേക്ക് നമുക്ക് വേഗം തന്നെ പോകാം. ബാ. അങ്ങനെ ഞാൻ എൻ്റെ ഡ്രീം ക്യാച്ചർ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. വേറെ എവിടെയല്ല, എറണാകുളത്തുള്ള ഇടപ്പള്ളിയിലെ ഓക്സിജൻ്റെ ഷോറൂമിലാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. എൻ്റെ ലൈഫിലെ ഒരു ബിഗ് പർച്ചേസായ എൻ്റെ iPhone 14 Pro Max ഞാൻ വാങ്ങിയതും ഓക്സിജനിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ നെക്സ്റ്റ് ബിഗ് പർച്ചേസും ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചത് ഇതേ സെയിം സ്ഥലത്തു നിന്ന് തന്നെയാണ്. ഇത് ഞാൻ വന്ന സ്ഥിതിക്ക് കുറച്ച് സ്ലോ മോഷനൊക്കെ എടുത്താണ് കേട്ടോ. എന്നോട് വീഡിയോ എടുത്തോളാനൊക്കെ പെർമിഷൻ തന്നിട്ടുണ്ടായിരുന്നു അവർ. നല്ല കസ്റ്റമർ സർവീസും ആണ് എനിക്ക് എപ്പോഴും അവർ പ്രൊവൈഡ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഈ സ്ലോ മോഷൻ എങ്ങനെയുണ്ടെന്ന് പറയണേ. അങ്ങനെ ആപ്പിൾ എന്ന ലോകോത്തര പ്രീമിയം കമ്പനിയുടെ എൻ്റെ സെക്കൻഡ് പർച്ചേസും നിലവിലുള്ളതിൽ വെച്ച് അവരുടെ ഏറ്റവും പ്രീമിയം മോഡലുമായ മാക്ബുക്ക് പ്രോ എന്ന ലാപ്ടോപ്പ് ഞാൻ സ്വന്തമാക്കുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ വിറ്റ്നസ് ആയിക്കൊണ്ടിരിക്കുന്നത്. M2 ആണ് ഞാൻ വാങ്ങിയത് കേട്ടോ. ഞാൻ വാങ്ങി എനിക്ക് തോന്നുന്നു 2-3 months കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് തോന്നുന്നു M3 ലോഞ്ച് ആയെന്ന് തോന്നുന്നു. ബട്ട് ഞാൻ വാങ്ങിയപ്പോൾ ഇതായിരുന്നു അന്നത്തെ നിലവിലുള്ളതിലെ പ്രീമിയം മോഡലും. ഇത് വാങ്ങിയിട്ടൊരു 3-4 months ആയിട്ടോ. എനിക്ക് എഡിറ്റ് ചെയ്ത് തീർക്കാൻ പറ്റിയില്ല, അതാണ് കേട്ടോ ഇടാൻ കുറച്ച് ലേറ്റായേ. അപ്പോൾ ദേ ലാപ്ടോപ്പ് അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. ഇതാണ് ആ പ്രഷ്യസ് മൊമെൻറ്റ്. എൻ്റെ ലൈഫിലെ മറ്റൊരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മൊമെൻറ്റാണ് ഈ അൺബോക്സിങ്. അതെന്താണെന്ന് ഞാൻ വരുന്ന വീഡിയോയിൽ പറയാം കേട്ടോ. ലാസ്റ്റ് ഫോൺ വാങ്ങിയതിന് ശേഷം ഫോണിൻ്റെ അൺബോക്സിങ് കഴിഞ്ഞ് ഈ ഫസ്റ്റ് ലാപ്ടോപ്പിലും ഇതുപോലൊരു സിമ്പിൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ആ സന്തോഷം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ വയ്യ കേട്ടോ. നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചൊരു സാധനം സ്വന്തമാക്കി ആദ്യമായിട്ട് അത് നമ്മുടെ കൈകളിലേക്ക് വരുന്ന ആ ഒരു മൊമെൻറ്റ് നമ്മുടെ ലൈഫിലെ വലിയൊരു പ്രഷ്യസ് മൊമെൻ്റ് ആയിട്ട് ഞാൻ കരുതുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലൈഫിൽ നമുക്കങ്ങനെ എപ്പോഴും അനുഭവിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അല്ലേ. വല്ലപ്പോഴും ഒക്കെ കടന്നു വരുന്ന ഒരു പ്രഷ്യസ് മൊമെൻ്റാണത്. അങ്ങനെ മാക്ബുക്കായിട്ട് ഞാൻ വീട്ടിലെത്തിയതിന് ശേഷമുള്ള മൊമെൻറ്റ്സ് ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അതും വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കാണാം കേട്ടോ. അതും രസകരമായിട്ടുള്ള വീഡിയോസാണ്. ഈ ഒരു അവസരത്തിൽ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. എങ്ങനെയാണ് മാക്ബുക്ക് പർച്ചേസ് എൻ്റെ ഒരു ഡ്രീം ക്യാച്ചർ മൊമെൻറ്റായി മാറിയതെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്.
കോവിഡ് സമയങ്ങളിലൊക്കെ സ്വന്തമായിട്ടൊരു ലാപ്ടോപ്പ് ഇല്ലാത്തതിൻ്റെ പേരിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് അത് വാങ്ങാനായിട്ടുള്ള പൈസ എനിക്കില്ലായിരുന്നു. പിന്നെ കോവിഡ് അല്ലേ, പുറത്തേക്ക് പോകാനൊന്നും നിവൃത്തി ഉണ്ടായിരുന്നില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. പഠിച്ചിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ലാപ്ടോപ്പ് പഠിത്തം കഴിഞ്ഞോടുകൂടി അത് കംപ്ലൈൻ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ലാപ്ടോപ്പ് യൂസ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. അന്ന് ജോലിയുടെ ആവശ്യങ്ങൾക്കായിട്ടൊരു ലാപ്ടോപ്പിനായിട്ട് ഒരുപാട് വാതിലുകൾ ഞാൻ മുട്ടിയെങ്കിലും എനിക്ക് വളരെ വൈകിയാണ് ഒരു ലാപ്ടോപ്പ്, അതും കടമായിട്ട് കിട്ടിയത്. അത് വെച്ച് വളരെ കഷ്ടപ്പെട്ടാണ് എൻ്റെ ജോലികളൊക്കെ ഞാൻ തീർത്തിരുന്നത്. ആ കഷ്ടപ്പാട് ദൈവം കണ്ടു. അങ്ങനെ ഇന്ന് എനിക്ക് ഏറ്റവും പ്രീമിയം മോഡൽ ലാപ്ടോപ്പ് തന്നെ സ്വന്തമായിട്ട് അധ്വാനിച്ച് വാങ്ങുവാനുള്ളൊരു സാഹചര്യം ദൈവം എനിക്ക് ഒരുക്കി തന്നു എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെയാണ് ഈ മാക്ബുക്ക് പർച്ചേസ് എൻ്റെ ഡ്രീം ക്യാച്ചർ മൊമെൻ്റായി മാറിയത്. ഇപ്പോൾ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ഞാൻ ഐഫോണിൽ തന്നെയാണ് ചെയ്യുന്നതെങ്കിലും ഫോണിന് അധികം സ്പേസ് ഇല്ലാത്തതുകൊണ്ട് 256 GB ഉള്ളൂ. ഒരുപാട് ഫയലുകളും മറ്റും ഈസിയായി തന്നെ എയർ ഡ്രോപ്പ് ചെയ്യാനുള്ള ഒരു അവസരം എനിക്കിപ്പോൾ മാക്ബുക്ക് ഉള്ളതുകൊണ്ട് പറ്റുന്നുണ്ട്. പ്രധാനമായും എൻ്റെ വീഡിയോ റിലേറ്റഡ് വർക്കുകൾക്കായിട്ടാണ് ഞാൻ മാക്ബുക്ക് യൂസ് ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് വാങ്ങിയതും കേട്ടോ. ഇപ്പോൾ ഇത് വാങ്ങിയിട്ട് കുറച്ച് നാളായി. ആൻഡ് ഐ എം 100% സാറ്റിസ്ഫൈഡ് വിത്ത് മൈ മാക്ബുക്ക് പ്രോ M2. വൺസ് അഗെയിൻ എല്ലാവർക്കും ഒരുപാട് നന്ദി. ഈ സപ്പോർട്ടിനും സ്നേഹത്തിനും എല്ലാം ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു. ബൈ.